അപ്പൊ ആന, പുലി, കടുവ, കഴിഞ്ഞ ദിവസം കൃഷ്ണപരുന്ത് വരെ ആൾക്കാർ ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ നേരെ ഇനി പോകുന്നത് കോഴിക്കോട്ടേക്കല്ലേ. അവിടെ പുലിയെ കണ്ടതായി പരാതി ഉയർന്ന കോഴിക്കോട് കാരശ്ശേരി വല്ലത്തായി പാറയിൽ വനംവകുപ്പ് പരിശോധന തുടരുകയാണ്. താമരശ്ശേരി റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. അതേസമയം നാട്ടുകാരുടെ മൊബൈൽ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ കാട്ടുപൂച്ചയുടേതാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരശ്ശേരി പഞ്ചായത്തിലെ 4-8 വാർഡുകൾ ഉൾപ്പെടുന്ന വല്ലത്തായി പാറയിൽ പുലിയെ കണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. തുടർന്ന് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചിരുന്നു. പുലിയെ കണ്ടെന്ന പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതോടെ പ്രദേശത്ത് വനംവകുപ്പിന്റെ പരിശോധന തുടരുകയാണ്. ഇന്നലെ വീണ്ടും പുലിയെ കണ്ടു എന്നുള്ള 2 ആളുകൾ കണ്ടിട്ടുണ്ട്. കണ്ടതിന്റെ ഭാഗമായി ഫോറസ്റ്റുകാരെല്ലാം ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ തന്നെ അവർ വന്ന് പരിശോധന നടത്തുകയും ആ പരിശോധനയെ തുടർന്ന് നമുക്ക് വ്യക്തമായ തെളിവുകൾ അവർക്ക് ലഭിക്കാത്തതിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം വീണ്ടും നാട്ടുകാരുടെ ആശങ്ക മാറ്റുന്നതിന് വേണ്ടി കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് പട്രോളിംഗ് ശക്തിപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിടെ പ്രദേശവാസിയുടെ മൊബൈൽ ക്യാമറയിൽ പുലിയുടേതിന് സമാനമായ വന്യമൃഗത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞു. എന്നാൽ ദൃശ്യങ്ങളിലുള്ളത് കാട്ടുപൂച്ചയാണെന്ന് DFO സ്ഥിരീകരിച്ചതോടെ ആശങ്ക ഒഴിഞ്ഞു. 24 കോഴിക്കോട്. അത് കാട്ടുപൂച്ചയാണെന്ന് അറിയുമ്പോൾ ഒരു സമാധാനമുണ്ട്. പക്ഷെ എന്നാലും അവരുടെ ഒരു ആശങ്കയ്ക്ക് അറുതി ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഈ കാറ്റ് ഫാമിലിയിൽ പെട്ടതാണ്. ചില സമയത്തൊക്കെ ചില പൂച്ചകളെയൊക്കെ കാണുമ്പോൾ അല്ലെ, വലിയ പൂച്ചകളെ കാണുമ്പോൾ നമുക്ക് പേടിയാവും. അപ്പൊ ഇവര് ഈ ഭയന്നിരിക്കുന്നത് കൊണ്ട് തന്നെ CCTV ദൃശ്യം കാണുമ്പോൾ വല്ലാതെ ഭയക്കും. അതിന് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലായിടത്തും ഈ കടുവയും പുലി ആനയൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് ഈ വനാതിർത്തിയിൽ ജീവിക്കുന്നവർക്ക് എപ്പോഴും ഭീതിയായിരിക്കും. എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്കും അത് ഒരു പേടിപ്പിക്കുന്നതായിരിക്കുമല്ലോ. പുലിയാണോ കടുവയാണോ എന്നുള്ളൊരു ഭയം. ഇത്തരത്തിൽ പുലി ഇറങ്ങും കടുവ ഇറങ്ങും എന്നൊക്കെയുള്ള ആശങ്കയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ പൂച്ചയും പുലിയായിട്ട് തോന്നും. ഇപ്പൊ നമ്മുടെ കീർത്തന പറയായിരുന്നു, സുർജിത് അയ്യപ്പത്തൊക്കെ അവരും ടീമും എപ്പോഴും അവിടെ നിന്ന് ഇങ്ങനെ വാർത്തകൾ തന്നോണ്ടിരിക്കുകയല്ലോ. അവരും ഇത് കൃത്യമായിട്ട് ഇങ്ങനത്തെ വാർത്ത തന്നത് സുർജിത്തേട്ടൻ ഇപ്പൊ ഇതിന്റെ തന്നെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയി മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് അവരുമായിട്ടൊക്കെ അവിടുത്തെ ആളുകളൊക്കെ ആയിട്ട് അവരുടെ ജീവിതം അവരുടെ ആശങ്കകളൊക്കെ തൊട്ടറിയുമ്പോഴാണല്ലോ കൂടുതൽ ആ വാർത്ത കൃത്യമായി എത്തിക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ രാഹുൽ വിജയനും ഒട്ടും മോശമല്ല. നമ്മളിങ്ങനെ കടുവ, ആന, പുലി, കരടി വരെ എത്തിയിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ പരിഹരിക്കാനുള്ള യോഗം കഴിഞ്ഞിട്ടുണ്ട്. അതിൽ എന്താണ് തീരുമാനം എന്നുള്ളത് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. അതിജീവനമാണ്. അതെ.